എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ, നാളെ ഫ്രൈഡേ 14 മെയ് ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഫസ്റ്റ് സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് നമുക്ക് കാണാം ഒരു ട്രെൻഡിലാണ്. ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. 286 ബിലോ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, 286 നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ചാനലിന് മുകളിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. 292 നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിൽ, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ബൈയിങ്ങിന് പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിന് ടാർഗറ്റ് വയ്ക്കാവുന്നത് ഈ ഒരു കൺസോൾട്ടേഷനാണ്. 2 ഉണ്ട്, ബട്ട് നമുക്കൊരു 1.5% ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് ഡോക്ടർ റെഡ്ഡി ആണ്. ഡോക്ടർ റെഡ്ഡി ഇതേപോലൊരു കൺസോൾട്ടേഷനിലാണ് ഡോക്ടർ റെഡ്ഡിയും നിൽക്കുന്നത്. നമുക്ക് ഡോക്ടർ റെഡ്ഡി ഈ ഒരു ചാനൽ, ഓക്കെ, ഈ ഒരു ലെവൽ നമുക്കൊരു കൺസോൾട്ടേഷനാണ്. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്കൊരു കൺസോൾട്ടേഷനാണ്. ഓക്കെ, അത് നമുക്ക് ബ്ലാക്ക് 5270 നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. 5270 നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എബോ ദിസ് ലെവൽ നമുക്കൊരു ഇതൊരു കൺസോൾട്ടേഷനാണ്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മൂവ് കാണാൻ സാധിക്കും. ഓക്കെ, 5351 ഓക്കെ, 5351 ആണ്. എബോ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്കാണ് നവീൻ ഫ്ലോറിനാണ് നെക്സ്റ്റ് സ്റ്റോക്ക്. നമുക്ക് ബിലോ 3157 ഈ ഒരു ലെവൽ, ഈ ഒരു 3 ദിവസമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത ഏറ്റവും ലോ പോയിൻ്റാണത്. ഓക്കെ, 3157 നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ബിലോ ദിസ് ലെവൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ എബോ 3230 ഓക്കെ, 3230 നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. 3230 ഓക്കെ, 3230 നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ചും കൂടി അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്ത് നല്ലൊരു വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ്റെ എബോ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് ആർടിഡ്. നമുക്ക് ഇതേപോലെ തന്നെ ഒരു കൺസോൾട്ടേഷനിലാണ്. 50 മിനിറ്റ് ക്യാൻഡിലാണ്. ഈ ഒരു ലെവൽ നമുക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഈ ഒരു ലെവൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. 1719 ബിലോ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. എബോ ഈ ഒരു ലെവൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവൽ നമുക്ക് നോക്കാവുന്നതാണ്. 1 മിനിറ്റ്. ഓക്കെ,
ഈ ഒരു ലെവൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. മാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, മാർക്കിംഗ്. ഓക്കെ, ഈ ഒരു ലെവൽ 1765 എബോ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ നാളെ ഇൻട്രാഡേ ചെയ്യാനുള്ള സ്റ്റോക്ക്. സോ നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 0.5 സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് നമുക്കൊരു 1.5. ഓക്കെ, 1:2 ഓർ 1:3 നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് എന്തായാലും 0.5 വെച്ചാൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്തായാലും 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ഒരു 1%, 1.5% ടാർഗറ്റും വെക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.